വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 8-9 തിരുവചനങ്ങൾ. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ബെത്ലഹേമിൻ്റെ വയലുകളിൽ രാത്രി ആടുകളെ കാത്തിരുന്ന, ആടുകൾക്ക് കാവൽ നിന്നിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു എന്ന് വചനം പറയുന്നു. പ്രിയപ്പെട്ടവരെ, ആന്തരിക അർത്ഥ തലത്തിൽ സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത് ആ നാളുകളിൽ, അതായത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപ്, യേശുവാണ് സത്യപ്രകാശം. സത്യപ്രകാശം ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപും തങ്ങളുടെ അധികാരത്തിൽപ്പെട്ട ദൈവജനത്തിന് കാവൽ നിന്നിരുന്ന ആത്മാർത്ഥതയുള്ള ഇടയന്മാരുണ്ടായിരുന്നു. അക്ഷരികാർത്ഥത്തിൽ ആടുകളെ നോക്കുന്ന പാവപ്പെട്ട ആട്ടിടയന്മാർ, ആത്മീയ അർത്ഥത്തിൽ നോക്കുമ്പോൾ ദൈവജനത്തിന് കാവൽ നിൽക്കുകയും അവരെ സ്വർഗീയ രഹസ്യങ്ങൾ പഠിപ്പിക്കുകയും പാപത്തിൽ വീഴാതെ കാത്തു നിൽക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ശുശ്രൂഷകർ ആ നാളുകളിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിതാക്കന്മാർ ഇപ്രകാരം പഠിപ്പിക്കുന്നത്: മാലാഖ എന്തുകൊണ്ടാണ് ജെറൂസലേമിൽ ഫരിസേയരുടെയോ നിയമജ്ഞരുടെയോ അടുക്കിലേക്ക് പോകാത്തത്? അവർ അഹങ്കാരികളും അസൂയക്കാരുമായിരുന്നു. എന്നാൽ 112-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ, പരമാർത്ഥ ഹൃദയർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും. അവർ ഇടയന്മാരുടെ അടുക്കൽ ചെന്ന് പറയുന്നു. അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടം, ഇത്രയധികമായിട്ട് ദൈവദൂതന്മാർ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട മറ്റൊരു കാലം ഇല്ലായിരുന്നു. കർത്താവിൻ്റെ ജനനത്തോട് അനുബന്ധിച്ച് സക്കറിയ പുരോഹിതന് മാലാഖ പ്രത്യക്ഷപ്പെടുന്നു. പരിശുദ്ധ അമ്മയുടെ അടുത്ത് മാലാഖ പ്രത്യക്ഷപ്പെടുന്നു. യോസേപ്പ് പിതാവിന് സ്വപ്നത്തിൽ മാലാഖ സന്ദേശം നൽകുന്നു. ഇതാ ഇപ്പോൾ ആട്ടിടയന്മാരെ സ്വർഗീയ രഹസ്യങ്ങൾ പഠിപ്പിക്കുന്നു. സ്വർഗത്തിൽ നിന്നും ദൂതന്മാർ വന്ന് മനുഷ്യരെ പഠിപ്പിച്ച, ഏറ്റവും അധികമായിട്ട് മനുഷ്യരെ പഠിപ്പിച്ച ഒരു കാലഘട്ടം ആയിരുന്നു അത്. അവർ ദൂതന്മാരുടെ അടുത്തെത്തി. കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. കാരണം പരമാർത്ഥ ഹൃദയർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും. അവർ വളരെ ഭയപ്പെട്ടു. പെട്ടെന്നുള്ള, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, തങ്ങൾ ഒരു ദൈവദൂതൻ്റെ ദർശനത്തിന് അയോഗ്യരാണെന്ന് മാത്രം കരുതിയിരുന്ന എളിയവരായ ഈ ഇടയന്മാർ മാലാഖമാരുടെ സന്ദർശനത്തിൽ ഭയപ്പെടുക സ്വാഭാവികമാണ്. ഈശോയിൽ ഒത്തിരി സ്നേഹമുള്ള സഹോദരങ്ങളെ, സ്വർഗീയ ദർശനങ്ങൾ, സ്വർഗീയമായ പഠിപ്പിക്കലുകൾ, പ്രബോധനങ്ങളെല്ലാം ലഭിക്കുന്നത് എളിമയുള്ളവർക്കും പരമാർത്ഥ ഹൃദയർക്കുമാണ്. കർത്താവിൻ്റെ ദൂതൻ ഇടയന്മാരെ ആണ് തേടിയെത്തുന്നത്. ഇന്നും അപ്രകാരമാണ്. ദൈവജനത്തെ പഠിപ്പിക്കുകയും പാപത്തിൻ്റെ അന്ധകാരത്തിൽ തങ്ങളുടെ ആത്മാവിനെ വിശുദ്ധിയിൽ കാവലിരുന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നവരുടെ മുന്നിൽ സ്വർഗീയ ദർശനങ്ങൾ, സ്വർഗീയ അനുഭവങ്ങൾ വെളിപ്പെടുകയും ചെയ്യും. ഹാവ് എ ബ്ലെസ്സഡ് ഡേ ടു ഓൾ ഓഫ് യു.